ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത മുസ്തഫ പുറത്തിറങ്ങി. എന്റെ ദൈവമേ, എന്താ ഇത്? ഈ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണിന്ന് ഉപാധികളോടെ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പിടിച്ചോടോ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതാണ് ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. അതെന്തിന്? ഒരു സന്തോഷത്തിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഏത് സൈഡിലടാ വണ്ടി? വണ്ടി ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? 22 ദിവസങ്ങൾക്ക് ശേഷം ഷിംജിത പുറത്തിറങ്ങുകയാണ്. പ്രതികരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നു. എന്താ അണ്ണാക്കിൽ വല്ലതും പോയ? ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന കഴിയും വരെ ജാമ്യം അനുവദിക്കരുതെന്നെല്ലാം പ്രോസിക്യൂഷന്റെ ആവശ്യമുണ്ടായിരുന്നു. ഏതായാലും നടപടികൾ പൂർത്തിയാക്കി ഷിംജിത ജയിലിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.